إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كتاب أنزلناه إليك مبارك ليدبروا آياته وليتذكر أولو الألباب സ്നേഹാദരണീയരായ സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ അത് എത്രത്തോളം നമ്മളുടെ ജീവിതത്തിൻ്റെ കൂടെ ഉണ്ടാകുന്നുവോ അതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ശരി ഉണ്ടാവുക. നമ്മുടെ ജീവിതം നല്ല ഒരു അവസ്ഥയിലായിത്തീരുക അതിലൂടെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അതെങ്ങനെയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥാന്തരങ്ങളിലും ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതം എല്ലായ്പ്പോഴും ഒരുപോലെയല്ലല്ലോ. ചിലപ്പോഴൊക്കെ നമുക്ക് സന്തോഷമുണ്ടാകും, ചിലപ്പോഴൊക്കെ നമുക്ക് സങ്കടവും ദുഃഖവും ഉണ്ടാകും, പലപ്പോഴും നമുക്ക് വല്ലാത്ത പ്രയാസങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെയാണ് ഉണ്ടാവുക. അത് ചിലപ്പോൾ വളരെ തീക്ഷ്ണമായ രൂപത്തിലായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ആ സന്ദർഭങ്ങളിലെല്ലാം നമുക്ക് ഏതവസ്ഥയിലായിരുന്നാലും നമുക്ക് നമ്മുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് മനസ്സിന് ശക്തി നൽകി എല്ലാത്തിനെയും നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ വരുതിയിൽ കൊണ്ടുവന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.
അപ്പോൾ അതിനെ ഖുർആനെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ഖുർആനിൽ അള്ളാഹ് പറയുന്നത് സൂറത്ത് സ്വാദിലെ 29-ാമത്തെ ആയത്താണ്. കിതാബുൻ, ഈ ഗ്രന്ഥം, അൻസൽനാഹു, അതിനെ നാം ഇറക്കിയിരിക്കുന്നു, ഇലൈക, പ്രവാചകരെ അങ്ങയിലേക്ക് ഇറക്കിയിരിക്കുന്നു, മുബാറക്കുൻ, ഈ ഗ്രന്ഥം എന്ന് പറയുന്നത് അനുഗ്രഹങ്ങളുടെ കലവറയാണ്. അതിലൊന്നും നമുക്ക് പറ്റാത്തതായി ഒന്നുമില്ല. അത് പൂർണ്ണമായി ഓരോ അക്ഷരങ്ങളും ഓരോ വാക്കുകളും ഓരോ വാചകങ്ങളും ആയത്തുകളും സൂറകളുമെല്ലാം അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഈ ഖുർആൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും അനുഗ്രഹം അവകാശപ്പെടുന്ന മറ്റൊന്നും ഈ ഭൂമി ലോകത്തില്ല. അങ്ങനെ അനുഗ്രഹീതമായ ഈ ഗ്രന്ഥം എന്തിനു വേണ്ടിയാണ്? ലിയദ്ദബ്ബറൂ ആയാതിഹി, അതിലെ ഓരോ ആയത്തുകളും നിങ്ങൾ വളരെയധികം ചിന്തിക്കേണ്ടതിന് വേണ്ടിയാണ്, വളരെ ഉറ്റാലോചിക്കുന്നതിന് വേണ്ടിയാണ്. മുൻകാല പണ്ഡിതന്മാരൊക്കെ, വലിയ സൂക്ഷ്മതയുള്ള ആലിമീങ്ങൾ, ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള, ഇന്നത്തെ പോലെ നമ്മൾ വിചാരിക്കുന്നതല്ല നമ്മൾ പറയുന്നത് എഴുത്തായി വരുന്ന സംവിധാനമൊക്കെ നമ്മളുടെ കയ്യിലുണ്ട്. അന്ന് അതൊന്നുമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന പേന പോലെയുള്ള പേനയില്ല, കടലാസുകളില്ല. അക്കാലഘട്ടത്തിൽ ഇന്ന് മനുഷ്യൻക്ക് എഴുതാൻ കഴിയാത്ത അത്രയും വോള്യങ്ങൾ, ഖുർആൻ പരിഭാഷ, അതിൻ്റെ തഫ്സീറായിരുന്നാലും ഹദീസിൻ്റെ വ്യാഖ്യാനങ്ങളായിരുന്നാലും ചരിത്രങ്ങളായിരുന്നാലും ഇതൊക്കെ ഇരുന്ന് എഴുതിയുണ്ടാക്കിയ എത്രയോ വോള്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ. അതൊക്കെ ഈ ചിന്തയുടെ അടിസ്ഥാനത്തിൽ, അതിനെ സംബന്ധിച്ചുള്ള ആഴമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളത്. പണ്ഡിതന്മാർ അതിൻ്റെ ഒരൊറ്റ ആയത്തിൻ്റെ ഒരു ഉദാഹരണം പറയുന്നത്, ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹ, ഒരായത്തിൻ്റെ ഒരു ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്നപ്പോൾ ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത്. റസൂലിന് ആഗ്രഹം മക്കയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാനാണ്. അപ്പോൾ ആ ആഗ്രഹത്തെ അള്ളാഹു അംഗീകരിക്കുകയും കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുവാനുള്ള അനുവാദം നൽകുകയും ചെയ്യുന്ന ആ പരാമർശമാണ് ഈ ആയത്തിലുള്ളത്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹ, നാം താങ്കളെ ഇതാ തിരിക്കുന്നു, ഖിബ്ലതൻ, ഒരു ഖിബ്ലയിലേക്ക്, തർലാഹ, അതിനെയാണ് താങ്കൾ ഇഷ്ടപ്പെടുന്നത്. നേർക്ക് നേരെ ആ ആയത്തിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇനി മുതലുള്ള നമസ്കാരത്തിൽ കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാനാണ്. പക്ഷെ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പണ്ഡിതന്മാർ, ഖുർആനിൻ്റെ മുഫസ്സിറുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നീടുള്ള ജീവിതവും സംഭവങ്ങളും മക്കം വിജയം വരെയുള്ള ആ സംഭവങ്ങളെ എടുത്തുദ്ധരിച്ചുകൊണ്ട് ആ ആയത്തിന് ഫവല്ലി എന്ന ആ പദത്തിന് നൽകിയിട്ടുള്ള വ്യാഖ്യാനം വളരെ വിശാലമാണ്. നമ്മൾ സാധാരണ ഇപ്പോൾ വഖഫുമായി ബന്ധപ്പെട്ട് മുതവല്ലി എന്ന് പറയാറുണ്ട്. പള്ളിക്ക് വേണ്ടി അതുപോലുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ ആളുകൾ ഭൂമിയോ മറ്റ് സ്ഥാപനങ്ങളോ ഒക്കെ വഖഫ് ചെയ്താൽ ആ വഖഫ് ചെയ്ത് അത് ആരുടെ പേരിലാണോ അത് ചെയ്യുന്നത് ആ ആള് അതിൻ്റെ മുതവല്ലിയാണ്, അതിൻ്റെ സൂക്ഷിപ്പുകാരനാണ്, അയാളുടെ അധീനതയിലാണത്. അള്ളാഹുവിന് വേണ്ടി അദ്ദേഹം അത് നിർവഹിക്കേണ്ടവനാണ്. അതിനുപയോഗിക്കുന്ന ഒരു പദമാണ് മുതവല്ലി. വലിയ എന്ന് നമ്മൾ പറയും. നമ്മുടെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള വലിയാണ് രക്ഷിതാവ്. അതിൻ്റെ ഉത്തരവാദിത്തമുള്ള, അതിൻ്റെ അധികാരമുള്ള ആളാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഅബയുടെ യാതൊരു തരത്തിലുള്ള അധികാരവും കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ലാത്ത, വളരെ വിദൂരമായ, സ്വപ്നം പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ അള്ളാഹു നബിയോട് പറയുന്നു, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, താങ്കളുടെ മുഖത്തെ മസ്ജിദുൽ ഹറാമിന്റെ നേരേക്ക് തിരിച്ചുകൊള്ളുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനധിവിദൂര ഭാവിയിൽ കഅബയുടെ മുതവല്ലി സ്ഥാനം, അതിൻ്റെ അധികാര പദത്തിലേക്ക് പ്രവാചകനെ എത്തിക്കുന്ന രൂപത്തിലുള്ള ഒരു പദപ്രയോഗമാണ്. പിന്നീടുള്ള ഓരോ സംഭവങ്ങൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആ ആയത്തിന്റെ സാരാംശത്തിലേക്ക് പ്രവാചകനെ പടിപടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുകയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബികളെയും അധികം കാലതാമസമില്ലാതെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് യാത്ര ചെയ്ത് കഅബയെയും മസ്ജിദുൽ ഹറാമിനെയും മക്ക പ്രദേശത്തെയും ഇസ്ലാമിന് കീഴടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഖിബല മാറ്റം തന്നെ കാരണമായി എന്നതാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത്. ഇങ്ങനെ ഇത് ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം എന്ന ആ വാക്കില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഅബ അധീനമാകുമെന്നോ ഒന്നുമില്ല. പക്ഷേ ആ ഫവല്ലി എന്ന വാക്കിൽ അള്ളാഹു ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിശാലമായ ആശയത്തിൻ്റെയും അതിൻ്റെ അർത്ഥതലങ്ങളിലേക്കും ആ പദത്തിൻ്റെ വ്യുൽപ്പത്തി എത്രമാത്രമുണ്ട് എന്ന് ഈ ഖുർആനിൻ്റെ ഈ ഒരു പദപ്രയോഗത്തിലൂടെ ആളുകൾ മനസ്സിലാക്കി, ഖുർആൻ ആ രൂപത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതാണ് ലിയദ്ദബ്ബറൂ ആയാതിഹി, നമ്മുടെ ജീവിതത്തിൻ്റെ എന്തെല്ലാം നൂലാമാലകളും പ്രശ്നങ്ങളും ഉണ്ടോ, നാം അഭിമുഖീകരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അത് ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്ന ആളുകൾ വരെയുള്ള ആളുകൾക്ക് നേരിടുന്ന ജീവിതത്തിലെ ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങൾക്ക് ഖുർആൻ നമ്മൾ ഓതിയാൽ, അതിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചാൽ, അതിൻ്റെ ആയത്തുകൾ പഠിച്ചാൽ നമ്മൾക്കതിന് പരിഹാരമുണ്ടാകും. വലിയദ്ദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക് അതിൽ ധാരാളം കാര്യങ്ങൾ ഓർത്തെടുത്ത് മനസ്സിലാക്കി ഉൾക്കൊള്ളാനും പഠിക്കാനുമുണ്ട് എന്ന് അല്ലാഹു പറയുന്നു. ആ ഒരു രൂപത്തിൽ ഖുർആനിനെ നമ്മൾ സമീപിക്കുമ്പോൾ നമ്മുടെ ജീവിതം വളരെ അർത്ഥപൂർണമാവുകയാണ്. നമുക്ക് ചുറ്റും ധാരാളം ആളുകൾ ഇവിടെ ജീവിക്കുന്നു. നമ്മളൊരു ബഹുസ്വര സമൂഹത്തിലാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത്. ഈ നാട്ടിൽ മതങ്ങളുണ്ട്, മതഗ്രന്ഥങ്ങളുണ്ട്, മത തത്വശാസ്ത്രങ്ങളുണ്ട്, മത ആചാരങ്ങളുണ്ട്, മതസംസ്കാരങ്ങളുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഖുർആനും ഖുർആനിൻ്റെ അനുയായികളും തമ്മിലുള്ള വ്യത്യാസം യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത്, ലോകത്ത് ഇത്രയധികം വായിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥം, അതിൻ്റെ അക്ഷരങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്നുള്ള പറഞ്ഞു. അലിഫ് ലാം മീം എന്നത് ഒരക്ഷരമല്ല. ആ ആയത്തിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നത് അല്ലാഹു അഅലമു ബി മുറാദിഹി, ആ 3 അക്ഷരങ്ങളുടെ അലിഫ് ലാം മീം എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് അല്ലാഹുവിന് മാത്രമേ അറിയൂ. നമുക്കതിൻ്റെ പഠിപ്പിച്ചു തന്നിട്ടില്ല. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അല്ലാഹു പ്രവാചകനിലൂടെ നമുക്ക് വ്യക്തമാക്കിയിട്ട് തന്നിട്ടില്ല. പല ആശയങ്ങളും പണ്ഡിതന്മാർ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം. പക്ഷെ അതിൻ്റെ ആശയം അറിയില്ലെങ്കിലും റസൂലുള്ള പറഞ്ഞത് അലിഫ് എന്നതൊരക്ഷരമാണ്, ലാം എന്നത് മറ്റൊരക്ഷരമാണ്, മീം എന്നത് മറ്റൊരക്ഷരമാണ്. ഓരോ അക്ഷരത്തിനും 10ഉം അതിലധികവുമുള്ള പ്രതിഫലമാണ്. അലിഫ് എന്നോതിയാൽ 10 പ്രാവശ്യം അലിഫ് എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ പറഞ്ഞതിന്റെ പ്രതിഫലമുണ്ട്. അപ്പോൾ അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ 30 പ്രതിഫലം അവിടെ നമ്മൾക്ക് രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ പ്രതിഫലം ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ കലവറയാണ് ഖുർആൻ. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത്, ഇത്രയധികം ഈ ഗ്രന്ഥം വായിക്കപ്പെടുന്ന ഈ ഗ്രന്ഥം അർത്ഥമറിയാതെ പാരായണം ചെയ്യുന്ന ലോകത്തെ ഏറ്റവും
ഒരു ഗ്രന്ഥവും ഇത് തന്നെയാണ്. ഈ ആയത്തിനെ പഠിക്കണമെന്നും ഇതിനെ സംബന്ധിച്ച് ആലോചിക്കണമെന്നും ചിന്തിക്കണമെന്നും നിരന്തരമായി അള്ളാഹു പറയുന്ന ഈ ഗ്രന്ഥത്തിലെ ആയത്തുകൾ, അതിന് ഓതിയാൽ പ്രതിഫലമുണ്ട് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഓതാൻ വേണ്ടിയാണോ? കേവലം ആ ഒരു പ്രതിഫലത്തിന് വേണ്ടി അള്ള പറഞ്ഞത് അങ്ങനെയല്ലേ, പിന്നെ ഒന്നും വേണ്ടതില്ല എന്ന അർത്ഥത്തിലാണോ പറഞ്ഞതല്ല. അള്ളാഹു പറഞ്ഞത് ഹുദല്ലിൽ മുത്തഖീൻ, വിശ്വാസികൾക്ക് ഇത് സന്മാർഗമാണ്. അവരേത് വഴിയിലൂടെ നടക്കണം, സഞ്ചരിക്കണം, അവരുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ എങ്ങനെ അള്ളാഹുവിനെ സമീപിക്കണം, അവരുടെ മനസ്സ് ഏത് രൂപത്തിലായിരിക്കണം എന്ന് പഠിപ്പിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. ആ രൂപത്തിൽ ചിന്തിക്കണം. അതില്ലാതിരിക്കുമ്പോൾ മനുഷ്യൻ വല്ലാത്ത ആഡംബര ജീവിയും ദൂർത്തടിക്കുന്നവനും കാര്യങ്ങളിൽ അവധാനതയില്ലാത്തവനും എല്ലാം അവൻ്റെ ഒരു വഴിയിലൂടെ വന്ന് മറ്റൊരു വഴിയിലൂടെ പോകുന്ന രൂപത്തിൽ ഒന്നിനും, നമ്മുടെ കയ്യിൽ വരുന്ന ഒന്നിനും പ്രത്യേകിച്ചൊരർത്ഥവുമില്ലാത്ത രൂപത്തിൽ ജീവിതത്തെ വ്യർത്ഥമാക്കി കളയുന്ന അവസ്ഥയാണ് ഖുർആൻ അത് പറയുന്നു. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുതറഫീൻ വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അളീം വകാനൂ യഖൂലൂന അഇന്നാ അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ അഇന്നാ ലമബ്ഊസൂൻ അവ ആബാഉനൽ അവ്വലൂൻ ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ ലമജ്മൂഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം. ജനങ്ങളുടെ അവസ്ഥ എന്താണ്? ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുതറഫീൻ, അവരിങ്ങനെ ജീവിതത്തിൻ്റെ പളപളപ്പിനിടയിൽ ആഡംബര ജീവിതം, എല്ലാം തുലച്ചുകൊണ്ടുള്ള തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹീതമായ ജീവിതത്തെയും അത് നന്നാക്കിയെടുക്കാനുള്ള മാർഗമായി അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള മാർഗങ്ങളെയും ഒക്കെ അവഗണിച്ച് മുത്തറഫീങ്ങളായി ജീവിക്കുകയായിരുന്നു. വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അളീം, ഗുരുതരമായ പാപത്തിൽ ശഠിച്ചു നിൽക്കുകയായിരുന്നു അവർ. പാപത്തിൽ നിന്ന് മോചനം അവർ ആഗ്രഹിക്കുന്നില്ല, അതിൽ തന്നെ ശഠിച്ചു നിൽക്കുകയാണ്. വകാനൂ യഖൂലൂന, അവർ പറയാറുണ്ടായിരുന്നു, അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ അഇന്നാ ലമബ്ഊസൂൻ, ഞങ്ങൾ ഇങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം, ഞങ്ങളൊക്കെ മണ്ണോട് ചേർന്നതിന് ശേഷം, അതുപോലെ തന്നെ എല്ലും മണ്ണുമായി ചേർന്നതിന് ശേഷം അഇന്നാ ലമബ്ഊസൂൻ, ഇനിയും രണ്ടാമത് വീണ്ടും ഒരു ജീവിതമുണ്ട് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നാണ് അവർ ചോദിക്കുന്നത്. അല്ലാഹു പറയുന്നു അവ ആബാഉനൽ അവ്വലൂൻ, എന്നിട്ട് അവർ പറയുന്നത്, അവരുടെ വർത്തമാനമായി അല്ലാഹു പറയുന്നത്, അങ്ങനെയാണെങ്കിൽ എത്രയോ നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ ഈ ഭൂമിയിൽ മനുഷ്യൻ കഴിഞ്ഞു പോയില്ലേ? അവ ആബാഉന, ഞങ്ങളുടെ പിതാക്കന്മാർ, അൽ അവ്വലൂൻ, ആ മുൻഗാമികളായിട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? അങ്ങനെയുണ്ടോ? അല്ലാഹു പറയുന്നു, ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, നബിയെ താങ്കൾ അവരോട് പറയുക, തീർച്ചയായും അവരുടെ മുൻഗാമികളും വൽ ആഖിരീൻ, ഇനി പിന്നീട് വരാൻ പോകുന്ന ആളുകളുമെല്ലാം ലമബ്ഊസൂൻ, ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. അവരെ വീണ്ടും കൊണ്ടുവരും. എപ്പോ? ഇലാ മീഖാതി യൗമിൻ മഅലൂം, നിശ്ചയിക്കപ്പെട്ട, അറിയപ്പെട്ട ഒരു ദിവസത്തിൽ ഈ ആളുകളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മരണശേഷം, മണ്ണോട് ചേർന്നതിന് ശേഷം അവരെ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവരും, ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇത്ര കണിശമായി ഈ ഒരു സത്യം ഇത്ര കൃത്യമായി പറയുന്ന മനുഷ്യന്റെ 3 അവസ്ഥകളെ അല്ലാഹു നിരന്തരമായി ഖുർആനിലൂടെ പറയുന്നു. ഒന്ന്, മനുഷ്യന്റെ ഒരു ഇല്ലായ്മയിൽ നിന്ന് മാതാവിന്റെ ഗർഭാശയത്തിൽ ഭ്രൂണമായുള്ള ആ ഒരു അവസ്ഥ, അത് അതിന് ശേഷമുള്ള ഒരു ജീവിതത്തിലേക്കുള്ള അള്ളാഹുവിന്റെ ഒരുക്കലാണ്. ആ ഒരുക്കലിന് ശേഷമാണ് മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വന്നത്.
ഈ ഭൂമിയിലേക്ക് മനുഷ്യൻ വന്നത് അടുത്ത ഒരു ലോകത്തേക്കുള്ള പോകാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്. അതാണ് ഈ ജീവിതം. അപ്പൊ ഗർഭാശയത്തിലുള്ള ഒരു കുഞ്ഞ് എനിക്ക് ജീവിതമില്ല എന്ന് പറയുന്നതിൽ പോലെയാണ് ഇവിടെ വന്ന മനുഷ്യൻ ഇനി അങ്ങോട്ട് എനിക്ക് ജീവിതമില്ല എന്ന് പറയുന്നത് എന്നർത്ഥം. ഖുർആൻ ആ രൂപത്തിലാണ്. സൂറത്തുൽ മുഅ്മിനൂനൊക്കെ ഇങ്ങനെ നമ്മൾ അതിൻ്റെ മനുഷ്യ സൃഷ്ടിപ്പിന്റെ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത്, ദുനിയാവിൻ്റെ ഈ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ളത് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ആലോചിക്കാൻ വേണ്ടിയാണ്. അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകാത്തത് കൊണ്ടല്ല. അള്ളാഹു എമ്പാടും അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ നമുക്ക് നൽകി, പക്ഷേ നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ല. അള്ളാഹു ഖുർആനെ സൂറത്തുൽ അഹ്ഖാഫിലൂടെ പറയുന്നു, വയൗമ യുറദുല്ലദീന കഫറൂ അലന്നാരി, അവിശ്വാസികളായിട്ടുള്ള ആളുകളെ നരകത്തിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുന്ന സമയത്ത് അവരോട് പറയുന്നത് എന്താണ്? അദ്ഹബ്തും ത്വയ്യിബാതികും ഫീ ഹയാതികും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ത്വയ്യിബാത്ത് ഉണ്ടല്ലോ, നല്ല നല്ല കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. നിങ്ങൾ ഈ നരകത്തിന്റെ വക്കത്ത് എത്തേണ്ടവരായിരുന്നില്ല. ഇവിടെ എത്താതിരിക്കാനുള്ള മാർഗങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ലക്ഷക്കണക്കായ അമ്പിയാക്കന്മാരെയാണ് അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് ഈ കാര്യത്തിന് വേണ്ടി. അതിനുവേണ്ടിയാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത്. ഒരു മനുഷ്യനും നശിപ്പിക്കാൻ കഴിയാത്ത, ലോകാന്ത്യം വരെ നിലനിൽക്കുന്ന, അജയ്യമായി നിലനിൽക്കുന്ന, പരാജയപ്പെടുത്താൻ കഴിയാത്ത വിശുദ്ധ ഖുർആൻ എന്ന അജയ്യ ഗ്രന്ഥത്തെ നിങ്ങൾക്ക് നാം നൽകി. പക്ഷേ അദ്ഹബ്തും ത്വയ്യിബാതികും ഫീ ഹയാതികുമുദ് ദുനിയാ, ദുനിയാവിലെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ നന്മകളെ മുഴുവനും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. വസ്തംതഅ്തും ബിഹാ, ഈ ദുനിയാവിനെ നിങ്ങൾ വല്ലാതെ അങ്ങ് ആസ്വദിച്ചു. ഇതിലെ സുഖമാണ് സുഖമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് ഫൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ, ഇന്നേ ദിവസം നിങ്ങളുടെ ഈ പ്രവർത്തനം കൊണ്ടാണ്, നിങ്ങളുടെ ഈ നിലപാട് കൊണ്ടാണ്, നിങ്ങൾക്കെല്ലാം അല്ലാഹു നൽകിയിട്ടുണ്ട്, ബുദ്ധി നൽകിയിട്ടുണ്ട്, എല്ലാം നൽകിയിട്ടുണ്ട്, എല്ലാ സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള വിവേചന ശക്തി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം നിങ്ങൾ അവഗണിച്ചത് കൊണ്ട് ഇന്ന് നിങ്ങൾക്ക് നിന്ദ്യമായ ശിക്ഷയാണ്. ബിമാ കുന്തും തസ്തക്ബിറൂന ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾ വലിയ അഹങ്കാരികളാകുകയായിരുന്നു. രണ്ട് കാലിൽ നടക്കുന്ന ഒരു ചെറിയ ജീവിയായ മനുഷ്യൻ ഈ ഭൂമിയെയും പ്രപഞ്ചത്തെയും ഒക്കെ ഇങ്ങനെ പടച്ചുണ്ടാക്കിയ, അതിനെ മുഴുവൻ നിയന്ത്രിച്ചു പോരുന്ന, അവൻ വിചാരിച്ചാൽ എപ്പോഴാണോ ഒരു സെക്കൻഡിൽ ആ സമയത്ത് അത് സംഭവിക്കുന്ന, നമ്മുടെ അന്ത്യം സംഭവിക്കുന്ന, നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു രോഗം വന്നാൽ, മാരകമായ രോഗം പിടിപെട്ടാൽ അതിന് നമ്മൾ കീഴൊതുങ്ങിക്കൊടുക്കുന്ന, ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാത്ത, അത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നാലും ആരായിരുന്നാലും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ള ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം, ഇതിലെ സൗകര്യങ്ങൾ, ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ എല്ലാം എന്റേതാണ്, എന്റെ കഴിവാണ് എന്ന അഹങ്കാരത്തിൽ നിങ്ങൾ ജീവിക്കുകയായിരുന്നു. ഫിൽ അർളി, ഭൂമിയിൽ. ബിഗൈരിൽ ഹഖ്, നിങ്ങൾക്ക് ഒരവകാശവും അതിനുണ്ടായിരുന്നില്ല, ഒരവകാശവും ഉണ്ടായിരുന്നില്ല. വബിമാ കുന്തും തഫ്സുഖൂൻ, ഈ അഹങ്കാരത്തിന്റെ ഫലമായി നിങ്ങളെല്ലാം വിട്ടെറിഞ്ഞ് നിങ്ങൾ തോന്നിയതുപോലെ ജീവിച്ചു. അതിന്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഈ നിന്ദ്യമായ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ള പറയുന്നു. ഭൂമിയിൽ, ഈ ഭൂമി ലോകത്ത് പടച്ചവനെ ആദരിച്ചും അവനെ ബഹുമാനിച്ചും അവൻ ആരാധിച്ചും അവന്റെ നിയമങ്ങൾ അനുസരിച്ചും ജീവിക്കുന്ന അങ്ങേയറ്റം ഭക്തരും അതിനുവേണ്ടി എല്ലാം സഹിക്കുന്നവരുമാണ് അമ്പിയാക്കന്മാർ. മുൻനിരയിലുള്ളവരവരാണ്, അവരെ പിൻപറ്റിയവരാണ് രണ്ടാമത്തെ നിരയിലുള്ളവർ. അവർക്കുമൊക്കെ ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നിട്ടുണ്ട്. ആ പ്രയാസങ്ങളെ സംബന്ധിച്ച്, അമ്പിയാക്കന്മാർ നേരിടുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുവിലേക്ക് എത്ര കടുത്ത പരീക്ഷണങ്ങളായിരുന്നാലും, അത് രോഗമോ എന്തോ ആവട്ടെ,
എന്തായിരുന്നാലും ആ നേരിടുന്ന പ്രയാസങ്ങൾ അവരെ അള്ളാഹുവിൽ നിന്ന് അകറ്റുകയല്ല, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്, അള്ളാഹുവിലേക്ക് കൂടുതൽ ഖുർബത്തുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അമ്പിയന്മാർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ അവർ സഹിച്ചത് എന്തിനു വേണ്ടിയാണ്? പടച്ചവന്റെ ഖുർബത്ത് നേടാൻ വേണ്ടിയാണ്. ഞാൻ അള്ളാഹുവിലേക്ക് ഇതിലൂടെ കൂടുതൽ അടുക്കുക എന്നതാണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് പ്രവാചകന്മാർ മനസ്സിലാക്കിയത്. അതേ പ്രകാരം സ്വാലിഹീങ്ങളായിട്ടുള്ള നല്ലവരായ ആളുകളും ഇതുപോലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് ആ പരീക്ഷണങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ളത് അള്ളാഹുവിങ്കൽ നിന്നുള്ള അകൽച്ചയോ അള്ളാഹുവിന്റെ കോപമോ അള്ളാഹുവിന്റെ ശിക്ഷയോ അല്ല, മറിച്ച് അള്ളാഹുവിലേക്കുള്ള അവർ ഉയർത്തപ്പെടുകയാണ്, ദറജ ഉയർത്തപ്പെടുകയാണ്. അവർക്കതിലൂടെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൂടുതൽ സ്ഥാനം ലഭിക്കുകയാണ്. അതേസമയം ധിക്കാരികളും തെറ്റ് ചെയ്യുന്നവരുമായിട്ടുള്ള അവർക്കും ഇതുപോലെ പരീക്ഷണങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, നല്ലതും ചീത്തയുമായിട്ടുള്ളതുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ തെറ്റ് മനസ്സിലാക്കി അതിൽ നിന്ന് തിരിച്ചു വരാനുള്ള പാപമോചനത്തിനുള്ള അവസരമായിട്ടാണ് പ്രയാസങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഗുണപാഠം ഉൾക്കൊള്ള എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അപകടം ബുദ്ധിമുട്ടുണ്ടായി, ഞാൻ മനസ്സിലാക്കേണ്ടത് എൻ്റെ വഴി ശരിയായില്ല, എനിക്ക് അള്ളാഹു ഒരു തിരിച്ചറിവ് നൽകിയതാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ബോധം എനിക്ക് നൽകിയതാണ്, ഞാൻ തീർച്ചയായും തിരുത്തണം, മാറ്റണം, എൻ്റെ ജീവിതത്തെ മാറ്റണം, എൻ്റെ മനോഭാവത്തെ മാറ്റണം, എൻ്റെ ജീവിത ശൈലി മാറ്റണം എന്ന് മനസ്സിലാക്കാനുള്ള ഗുണപാഠമായിട്ടാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങൾ. കുറ്റവാളികളായ ധിക്കാരികളായ ഖുർആൻ നേരത്തെ പറഞ്ഞ അഹങ്കാരത്തോടുകൂടി ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങളെ മുഴുവനും തെറ്റായി ഉപയോഗിച്ചിട്ട് കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം അദാബ് തന്നെയാണ്, അവർക്ക് അദാബാണ് അതിലൂടെ ലഭിക്കുന്നത്. ഒരേ കാര്യമാണ് എല്ലാവർക്കും, അമ്പിയാക്കന്മാർക്കും സ്വാലിഹികൾക്കും അതുപോലെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വന്നു പോകുന്നവർക്കും കുറ്റവാളികളുമായിട്ടുള്ള ആളുകൾക്ക് ജീവിതത്തിലെ പരീക്ഷണങ്ങളുടെ അവസ്ഥകളൊക്കെ ഒരുപോലെയാണ്. പക്ഷേ ആ പരീക്ഷണങ്ങളെ അവർ നേരിട്ടത്, അഭിമുഖീകരിച്ചത്, അവർ സ്വീകരിച്ചത്, അവരുടെ മനസ്സിലേക്ക് അത് ഏറ്റെടുത്തത്, അതിന്റെ ഫലമായി അവർക്ക് പ്രവാചകന്മാരാണെങ്കിൽ ഖുർബത്തുണ്ടായി, സ്വാലിഹികളായ അവർക്ക് അള്ളാഹുവിന്റെ അടുപ്പമുണ്ടായി, സ്വാലിഹികളാണെങ്കിൽ അള്ളാഹുവിലേക്ക് ഉയർച്ചയുണ്ടായി. അതുപോലെ സാധാരണ വിശ്വാസികൾ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തു പോകുന്ന ആളുകൾക്ക് ഗുണപാഠമുണ്ടായി. അതേ പരീക്ഷണം തന്നെ കുറ്റവാളികളായിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അവർക്കത് കടുത്ത ശിക്ഷയുടെ കാരണമാണ് എന്നുകൂടി ഈ ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തെ ഖുർആനിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അതിനെ ആ രൂപത്തിൽ മാറ്റുരച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഏത് സാധാരണക്കാരനും ഏതൊരുത്തനും കഴിയുന്ന രൂപത്തിലാണ് അള്ളാഹ് ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിലൂടെ ആർക്കും അള്ളാഹ് മോചനം നൽകും. അവരവരുടെ അവസ്ഥക്കും കഴിവിനും അനുസരിച്ച് കൊണ്ട് മാത്രമേ ഓരോരുത്തരോടും അള്ളാഹു കൽപ്പിക്കുന്നുള്ളൂ. അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും തഖ്വയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും പരമാവധി നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് സലാത്തൻ തദൂമു ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാനു വൽ അഖവാത്ത് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദര സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തെ ഖുർആനിനെ നമ്മുടെ കൂട്ടാളികളാക്കി അതുപോലെയുള്ള മറ്റ് സുഹൃൽ വലയങ്ങളിലും ആ രൂപത്തിലുള്ള ഒരു അവസ്ഥയുണ്ടാക്കി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. റസൂലുള്ള പറയുന്നു, അൽ മർഉ അലാ ദീനി ഖലീലിഹി, മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കും. അതുകൊണ്ട് ഫൽയൻദുർ അഹദുക്കും, നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് മൻ യുഖാലിലു, ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത്. സ്കൂളിലെ കുട്ടികളാണെങ്കിൽ അവർ, അധ്യാപകരാണെങ്കിൽ അവർ, മറ്റുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരൊക്കെയും ഈ ഒരു റസൂലിൻ്റെ ഈ വചനം നമ്മൾ നല്ല കൂട്ടുകാരെ സ്വീകരിക്കുകയും അതിലൂടെ നമ്മുടെ ജീവിതത്തെ നന്നാക്കിയെടുക്കുകയും ചെയ്യണം. നമ്മുടെ മനസ്സിനെ നമ്മൾ ജ്വലിപ്പിച്ചു നിർത്തണം ദിക്റുകൾ, അള്ളാഹുവിൻ്റെ ദിക്റുകളെ കൊണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കലിമത്താനി ഹബീബത്താൻ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വചനങ്ങൾ, രണ്ട് വാക്കുകൾ. ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിന് ഒരു തരക്കും പ്രയാസമില്ലാത്ത രണ്ട് വാക്കുകൾ. സഖീലത്താനി ഫിൽ മീസാൻ, നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിൽ അങ്ങേറ്റം ഭാരം തൂങ്ങുന്നതുമായ രണ്ട് വചനങ്ങൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അല്ലാഹു എത്ര പരിശുദ്ധൻ. നമ്മുടെ ജീവിതം ആലോചിക്കുമ്പോൾ നമ്മൾ ആ രൂപത്തിൽ പാപങ്ങളും കുറ്റങ്ങളും ഒക്കെ ഉള്ളവരാണ്. പരിശുദ്ധനായ അള്ളാഹുവുണ്ട്, ആ അള്ളാഹുവിൻ്റെ അടിമയാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ പാപങ്ങളൊക്കെ അള്ള പുറത്തു തരും. ആ അള്ള എത്രയോ പരിശുദ്ധനാണ്. സുബ്ഹാന റബ്ബിയൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അവൻ്റെ സ്തുതിയെ ഞാൻ വാഴ്ത്തുന്നു. എത്ര സ്തുതിച്ചാൽ മതി. ഇത്രയൊക്കെ എനിക്ക് ചെയ്തു തന്ന, ഈ ഭൂമിയിലും ഈ പ്രപഞ്ചത്തിലും ഒക്കെ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാക്കി തന്ന ആ അനുഗ്രഹദാതാവായ അള്ളാഹു എത്രയോ അവനാണ് എല്ലാ സർവസ്തുതിയും. സുബ്ഹാനല്ലാഹിൽ അലീം, മഹാനായ അള്ളാഹു എത്രയോ പരിശുദ്ധനാണ് എന്നുള്ള ഈ വാക്കുകൾ നമ്മുടെ യാത്രയിൽ നമുക്ക് ചൊല്ലാം, വണ്ടിയിൽ പോകുമ്പോൾ ചൊല്ലാം, നമ്മുടെ മനസ്സിൽ ചൊല്ലാം, നമ്മുടെ എവിടെയായിരിക്കുമ്പോഴും നമുക്ക് ഈ വാചകങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കാം. ഇത് നമ്മുടെ നന്മയുടെ തുലാസിൽ അങ്ങേറ്റം ഖനം തൂങ്ങുന്ന, നമ്മുടെ ജീവിതത്തെ അങ്ങേറ്റം സ്വാധീനിക്കുന്ന, പടച്ചവനെ സംബന്ധിച്ചുള്ള ഓർമ്മയുണ്ടാക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ മനസ്സിൽ വലിയ മാറ്റമുണ്ടാക്കുന്ന രണ്ട് ചെറിയ വാചകങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. സർവശക്തനായ അല്ലാഹു നമ്മുടെ ജീവിതത്തെ അവൻ ഇഷ്ടപ്പെട്ട വഴിയിലൂടെ കൊണ്ടു നടക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ പാപങ്ങളും വിവരമില്ലാത്തവരും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരും വേണ്ടത്ര ദീനീപരമായ കാര്യങ്ങളിൽ വിജ്ഞാനമില്ലാത്തവരുമാണ് റബ്ബേ പടച്ചവനെ. അതുകൊണ്ട് ഞങ്ങളുടെ പോരായ്മകൾ നീ കണ്ടറിഞ്ഞ് ഞങ്ങൾക്ക് നീ പരിഹരിച്ചു തരണമേ റബ്ബേ. നിൻ്റെ വഴിയിൽ സഞ്ചരിക്കാനുള്ള ത്വാഖത്ത് നീ ഞങ്ങൾക്ക് നൽകണമേ അല്ലാഹുവേ. ഞങ്ങളുടെ ജീവിതത്തിൽ കടുത്ത പരീക്ഷണങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിൽ ജീവിതത്തെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് നീ ഞങ്ങളിൽ പ്രദാനം ചെയ്യണമേ അല്ലാഹുവേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ ജീവിത മാർഗങ്ങളിൽ, നമ്മുടെ വീടുകളിൽ ഒക്കെ നീ നിൻ്റെ ശ്രദ്ധയും പരിഗണനയും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹുവേ. ഞങ്ങളുടെ മക്കളിൽ നീ അഭിവൃദ്ധി ഉണ്ടാക്കണമേ അല്ലാഹുവേ. എല്ലാവിധ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകണമേ അല്ലാഹുവേ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരുടെയും പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണം, അവർക്ക് പുറത്തു കൊടുക്കണമേ അല്ലാഹുവേ. അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കണമേ അല്ലാഹുവേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബുദ് ദഅവാത്ത് വ മുൻസിലുൽ ബറകാത്തി വ ഖാദിൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വ ഫിൽ ആഖിറതി ഹസനതൻ വ ഖിനാ അദാബൻ നാർ. റബ്ബനാ ഗ്ഫിർ ലനാ വ ലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ. റബ്ബനാ